വേറെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫുൾ ക്ലീൻ ആണ് ഗൈസ്. ക്ലീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ കിടന്ന കളിപ്പാട്ടങ്ങളും പട്ടയല്ല പിന്നെ ഈ കാർപ്പറ്റൊക്കെ നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. അവിടെ ആയിട്ട് നമ്മുടെ സ്റ്റുഡിയോ ഞങ്ങളുടെ തട്ടിക്കൂട്ട് സ്റ്റുഡിയോ ആണ്. ഞങ്ങളുടെ തട്ടിക്കൂട്ട് ഇതാണ് തുടക്കം. ഇത് ഇവളുടെ കവായ് സ്റ്റിക്കേഴ്സ് എല്ലാം കൂടി ഒട്ടിച്ച് വെച്ചാൽ ഞങ്ങളെല്ലാം കട്ടെടുത്ത്. പിന്നെ ഇവിടെ ഇട്ട് പേര് ഡെക്കൻ സ്പെല്ലിംഗ് എത്തിപ്പോയി. ഡെക്കൻ ഡബിൾ സി ആണ് ഈ പേര്. ഞങ്ങൾ ഇവിടുന്ന് കണ്ടുപിടിച്ചത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഈ പേര് കണ്ടുപിടിച്ചത് ഈ സാധനത്തിനാണ്. നല്ല കാറ്റുണ്ട് ഈ. അപ്പോൾ ഞങ്ങൾ മുകളിലാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ സ്റ്റുഡിയോ അല്ല തട്ടിക്കൂട്ട് സ്റ്റുഡിയോ ആണ് ഇവിടെ ഉള്ളിൽ. തട്ടിക്കൂട്ട് സ്റ്റുഡിയോയുടെ ഇവിടെ ആയിട്ട് ഇവിടെ ഒരു ബാസ്ക്കറ്റിൽ കുറച്ച് ആപ്പിൾസ് ഉണ്ട്. പിന്നെ ഇവിടെ എന്തോ മിഠായിയാണ്. പിന്നെ ഇവിടെ ആയിട്ട് എന്തോ ലാമ്പ്, പിന്നെ ബലൂണ്, പിന്നെ എന്തോ ക്ലൗണ് ഹാറ്റ്, പിന്നെ ഇവിടെ ഒരു പ്രേതമുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നല്ല ചായ കടിച്ച് ഇങ്ങനെ ഒരു പിള്ളേരുണ്ട്. പിന്നെ ഇവിടെ സ്റ്റാർ ഇതൊക്കെ അങ്ങോട്ട് അരിച്ചു വരിട്ടെ. ഇപ്പൊ തന്നെ ഇവിടെ വെള്ളം വയ്ക്കും. പാട്ടൊക്കെ സുരുത്തി അവിടെ എന്തോ ഒരു ചിലക്കണ്ട. എന്നിട്ടൊക്കെ പറയണോ ചേച്ചി? എന്നിട്ടൊക്കെ പറയണ്ട്. നമ്മുടെ ആദ്യത്തെ സ്റ്റുഡിയോ എവിടെയാന്ന് വെച്ചാൽ അത് ഇവിടെയായിരുന്നു ഗീസ്. ഇവിടെ ആയിട്ടൊരു ഈ സാധാരണ ഇത് പണ്ടത്തെ സ്റ്റുഡിയോ. ഈ പണ്ടത്തെ സ്റ്റുഡിയോയുടെ പേരായിട്ട് ഗീസ്. അത് ഞങ്ങൾ ഒരെണ്ണം ഓർഡർ ചെയ്തല്ല ശരി. കാറിൽ നിന്ന് പറിച്ചെടുത്തെടുക്കാം. കാറിൻ്റെ നമ്പർ പ്ലേറ്റ് മതി, പക്ഷെ മാറ്റിയല്ലല്ലോ ചേ. ഇവിടെ ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റുഡിയോ. ഇവിടെ ഇതിങ്ങനെ വിരിച്ചിട്ട് ഇതിങ്ങനെ മേഘുറേറ്റ് ഇടുമായിരുന്നു. അപ്പോൾ അതിൽ ഇപ്പോഴത്തെ സ്റ്റുഡിയോ നമ്മൾ നശിപ്പിച്ച് കഴിഞ്ഞ ശേഷം ഇപ്പൊ ആ റൂമിലത്തെ സ്റ്റുഡിയോ നമ്മൾ ഉണ്ടാക്കാൻ. അത് ഞങ്ങളുടെ സ്റ്റോർ റൂം ആണ്. ഞാൻ നിങ്ങളെ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ആ ലൈറ്റ് ഇട്ടടി. ചെറുതായിട്ട് കാണിച്ചു തരാം. ഞങ്ങളുടെ കുറച്ച് ഫ്രിഡ്ജും കിച്ചണൊക്കെ ഞങ്ങൾ കളിപ്പാട്ടം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ശ്രീകലൊന്നും ഞങ്ങൾ തട്ടിക്കൂട്ട് സ്റ്റുഡിയോയാണ്. തട്ടിക്കൂട്ട് സ്റ്റുഡിയോ. നമ്മുടെ സ്റ്റുഡിയോ റെഡി ആയിക്കൊണ്ടിരിക്കല. റെഡി ആയി കഴിഞ്ഞ് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാൻ വയ്യ. നിങ്ങൾക്ക് കാണിച്ചു തരാൻ തോന്നും. ഞങ്ങൾ ഇപ്പൊ തന്നെ കാണിച്ചു തരാം. ക്യാമറമാൻ നമ്മുടെ ക്യാമറമാനെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെന്തായാലും